Hi students, in this section we are going to discuss about how we can return multiple values using functions. So this is a function definition. In function int a comma b. What is the meaning? The name of the function is function and it is returning an integer value and it is passing two integer. What are they? A and b. Two integer data types. In the function definition part, a into 10. That means ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ബിനെയും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, റിട്ടേൺ എ ആൻഡ് റിട്ടേൺ ബി. സാധാരണ നമ്മൾ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ട് എനെയും ബിനെയും പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. കമ്പൈലേഷൻ എറർ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ റിട്ടേൺ ആവും ഫംഗ്ഷൻ. ഇത് എക്സിക്യൂട്ട് ആവില്ല. ദാറ്റ് മീൻസ് നമ്മൾ നോർമലി ഇതുവരെ പഠിച്ച ഫങ്ഷൻസ് വെച്ചിട്ട് ഒരേ ഒരു വാല്യൂവിനെ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് മൾട്ടിപ്പിൾ വാല്യൂസ്, മോർ ദാൻ വൺ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാൻ പറ്റുക? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നത് കോൾ ബൈ റെഫറൻസ് ഓർ കോൾ ബൈ അഡ്രസ് ഓർ പാസ് ബൈ പോയിന്റേഴ്സ്. ഈ മെത്തേഡ് വെച്ചിട്ടാണ് ഒന്നിലധികം വാല്യൂസിനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുക. അതിന് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും pointer ആണ്. What is a pointer? Pointer is a variable that contains address of another variable. Address of another variable. ഇപ്പോൾ മെയിൻ ആയിട്ട് അഡ്രസ് ഓപ്പറേറ്റർ ആംബസെൻഡും ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിന് പറയുന്ന പേര് അഡ്രസ് ഓപ്പറേറ്റർ ആൻഡ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റേഴ്സ്. ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കോൾ ബൈ റെഫറൻസ് ഓർ കോൾ ബൈ അഡ്രസ് ഓർ പാസ് ബൈ പോയിന്റേഴ്സ് മെത്തേഡ് ഫംഗ്ഷൻസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മോർ ദാൻ വൺ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. ദിസ് ഈസ് എ പ്രോഗ്രാം. void area peri int float star. What is the meaning? This is the function declaration. It tells the C compiler that there is a function, its name is area peri, and it is not passing anything but it is passing three parameters. Its data types are integer, float pointer and another float pointer. ഇത്രയും കാര്യങ്ങൾ സി കമ്പൈലറോട് ഇൻഫോം ചെയ്തു. സെമിക്കോളൻ ഉള്ളതുകൊണ്ട് വാട്ട് ഇസ് ദ മീനിങ്? ദിസ് ഈസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. മെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നോക്കി നോക്കൂ, ഈ ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പില് ഞാൻ പാരാമീറ്റേഴ്സിന്റെ പേര് എഴുതിയിട്ടില്ല. നമുക്ക് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ഇതേ കാര്യം എങ്ങനെ എഴുതാം? ഇന്റ് ആർ കോമ ഫ്ലോട്ട് സ്റ്റാർ എ കോമ ഫ്ലോട്ട് സ്റ്റാർ ബി എന്ന് ഇതേപോലെ എഴുതാം. എങ്ങനെയാണോ ഡെഫിനിഷൻ പാർട്ടിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്, ഇന്റ് ആർ കോമ ഫ്ലോട്ട് സ്റ്റാർ എ കോമ ഫ്ലോട്ട് സ്റ്റാർ ബി അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമുള്ള കാര്യമില്ല. കാരണം ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് ഡാറ്റ ടൈപ്പാണ് പാസ് ചെയ്യുന്നത് എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്നും എഴുതാതിരിക്കുക, കോൾ ചെയ്യുമ്പോൾ വേറെ പാരാമീറ്റേഴ്സ്, ഡെഫിനിഷനിൽ വേറെ പാരാമീറ്റേഴ്സ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് സ്റ്റാർട്ടിങ് മുതലേ ഈ മൂന്ന് പ്ലേസിലും നമ്മൾ ഒരേപോലെ പാരാമീറ്റേഴ്സിനെ എഴുതിയത്. അങ്ങനെ ഒരേപോലെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ എസ്പെഷ്യലി ഈ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് ഡാറ്റ ടൈപ്പ് മാത്രം എഴുതിയാൽ മതി, ഈ പേര് എഴുതണം എന്നില്ല. ഇനി ഇങ്ങനെ എഴുതിയത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ ഡെഫിനിഷൻ പാർട്ടിൽ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ എഴുതാം, ഒരു കുഴപ്പമില്ല. ഇത് എഴുതിയിട്ടില്ലെങ്കിലും ഇത് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, സോ നമ്മൾ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എന്താണ്? ഇന്റ് ആർ. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏരിയയും പെരിമീറ്ററും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റേഡിയസ് എന്തായാലും യൂസറോട് ചോദിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആർ എന്ന് പേര് കൊടുത്തു. ഇനി ഏരിയയും പെരിമീറ്ററും എന്തായാലും ഡെസിമൽ ആയിട്ടാണ് വരിക, അതുകൊണ്ട് അതിന് ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് കൊടുത്തു. ഫ്ലോട്ട് ഏരിയ കോമ പെരി. പ്രിന്റ് ഓഫ് എന്റർ ദ റേഡിയസ്. ഞാൻ എന്ത് ചെയ്തു? 3 എന്നാണ് റേഡിയസ് അടിച്ചത്. അത് ഏത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും? ആറിലേക്ക് സ്റ്റോർ ചെയ്യും. നമുക്ക് ഇത്രയും പാർട്ടിന്റെ മെമ്മറിയിൽ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഞാൻ സൈഡിൽ വരച്ചിട്ടുള്ളത്. ഇന്റ് ആർ എന്ന് പറയുമ്പോൾ ഒരു 2 ബൈറ്റ്സ് ആറിന് അലോക്കേറ്റ് ചെയ്യും. അതിന്റെ അഡ്രസ് 1000 ആണെന്ന് ഇമാജിൻ ചെയ്യൂ. ഫ്ലോട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു 4 ബൈറ്റ്സ് ഏരിയ എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടിയിട്ട് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യും. അതിന്റെ അഡ്രസ് 2000 ആണ് എന്ന് അസൈൻ ചെയ്യാം. ഇനി ഫ്ലോട്ട് പെരി എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 4 ബൈറ്റ്സ് ആർക്ക് അസൈൻ ചെയ്യും? പെരി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനെ അസൈൻ ചെയ്യും. അതിന്റെ അഡ്രസ് എങ്ങനെയാണ്?
3000 ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. ശരിക്കും ഇങ്ങനെ ഒരു നമ്പർ അല്ല അഡ്രസ്സ് വരും, ഒരു ഹെക്സാഡെസിമലൊക്കെയാണ്. പക്ഷെ നമുക്കിപ്പോൾ കോൺസെപ്റ്റ് ശരിക്കും ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ആംബസെന്റിനെയാണ് അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറയാം. സോ ആംബസെന്റ് ആറിന്റെ വാല്യൂ എന്തായിരിക്കും? 1000 ആയിരിക്കും. ഓക്കെ, ആംബസെന്റ് ഏരിയയുടെ വാല്യൂ എന്തായിരിക്കും? 2000 ആയിരിക്കും. ആംബസെന്റ് പെരിയുടെ വാല്യൂ എന്താണ്? 3000 ആണ്. ഇത് ക്ലിയർ ആയോ? ഇത്രയും പാട്ട് ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ഈ വാല്യൂസ് വന്നതെന്ന്? ഇനി എൻ്റർ ദ റേഡിയസ് എന്ന് പറയുമ്പോൾ ഞാൻ കീബോർഡിൽ 3 അടിക്കുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത്? 6 എന്ന് പറയുന്നത് 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാണ്. 3 അടിക്കുമ്പോൾ 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 6ന്റെ ഉള്ളിലാണ് 3 സ്റ്റോർ ആവുന്നത്. ഇങ്ങനെയാണ് മെമ്മറിയിൽ വാല്യൂ സ്റ്റോർ ആവുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടിയ ശേഷം നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാം? ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഏരിയ പെരി ആർ കോമ ആംബസെന്റ് ഏരിയ കോമ ആംബസെന്റ് പെരി. ഇവിടെയാണ് നമ്മൾ കോൾ ബൈ റെഫറൻസ് ഓർ കോൾ ബൈ അഡ്രസ് ഓർ പാസ് ബൈ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇതുവരെ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വെറുതെ ആറിനെ വിളിച്ചു, ആറിനെ പാസ് ചെയ്തു, ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി നോക്കൂ, ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിന്റെ അഡ്രസ് എത്രയാണ്? 2000. അപ്പൊ ഇവിടെ ഞാൻ എന്തൊക്കെയാ പാസ് ചെയ്യുന്നത്? 3. 2000 പെരിയുടെ അഡ്രസ് എത്രയാ നോക്കൂ? പെരിയുടെ 3000. ഇപ്പോ ഇവിടെ ഒരു വാരിയബിളും പിന്നെ ഈ രണ്ട് സ്ഥലത്തും ഞാൻ അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. അഡ്രസ് പാസ് ചെയ്യുമ്പോൾ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നത് ഏതിലാണ്? പോയിന്റേഴ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്യുമ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫ്ലോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്താൽ നേരെ കൺട്രോൾ എവിടേക്ക് വരും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക്. അപ്പൊ ആറിലേക്ക് എന്ത് വരും? 3 എന്ന് പറഞ്ഞത് വരും. ഈ വരുന്നത് കോപ്പിയാണ്, ഒറിജിനൽ വാല്യൂ അല്ല. പിന്നെ ഈ ഫ്ലോട്ട് എ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്ന വാല്യൂ എന്താ? 2000ഉം ഫ്ലോട്ട് ബിയിലേക്ക് വരുന്നത് 3000ഉം ആണ്. 2000 എന്ന് പറയുന്നത് ഏരിയയുടെ അഡ്രസ്സും 3000 എന്ന് പറയുന്നത് പെരിയുടെ അഡ്രസ്സും ആണ് വരുന്നത്. അഡ്രസ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോയിന്റേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഫംഗ്ഷൻ ഡെഫിനിഷനിലെ ഇൻറ്റ് ആർ ഫ്ലോട്ട് സ്റ്റാർ എ ഫ്ലോട്ട് സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ മെമ്മറിയിലെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അവർക്കും സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ പറഞ്ഞ ഇൻറ്റു ആർ. ഇപ്പൊ നോക്ക്, ഇവിടത്തെ ആറും മുകളിലത്തെ ആറും ഡിഫറെന്റ് ആണ്. ഇത് മെയിനിലത്തെ സ്മോൾ ലെറ്റർ ആറാണ്, ഇത് ഡെഫിനിഷനിലത്തെ ആണ്. മുകളിലത്തെ സ്മോൾ ലെറ്റർ ആറിന്റെ അഡ്രസ് എത്രയായിരുന്നു? 1000 ആയിരുന്നു. പക്ഷെ ഫംഗ്ഷൻ ഡെഫിനിഷനിലെ 6 വന്നപ്പോൾ ആറിന്റെ അഡ്രസ് 4000. ഫ്ലോട്ട് എ സ്റ്റാർ എന്ന് പറയുമ്പോൾ എയുടെ അഡ്രസ് 5000, ബിയുടെ അഡ്രസ് 6000. ഇങ്ങനെ അവര് മെമ്മറിയിലെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വേരിയബിൾസിനെ. ഈ വാല്യൂസിലേക്കാണ് 3ഉം 2000ഉം 3000ഉം വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടാവുന്നത്? ഇവിടുത്തെ 6ലേക്ക് 3 വരും. അപ്പൊ 6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 4000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ 3 ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 2000 വരുമ്പോൾ എന്തുണ്ടാകും? എ ഈസ് ഈക്വൽ ടു 2000 എന്ന് സ്റ്റോർ ആവും. ബി ഈസ് ഈക്വൽ ടു 3000 എന്ന് പറഞ്ഞ് സ്റ്റോർ ആവും. അപ്പൊ നോക്കി നോക്കൂ, എയുടെ വാല്യൂ എന്താണ്? 2000ഉം ബിയുടെ ഉള്ളിലെ 3000ഉം സ്റ്റോർ ആവും. എന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെയാണ് പോയിന്റർ നല്ലപോലെ മനസ്സിലാക്കേണ്ടത്. ഫ്ലോട്ട് എ എന്ന് പറയുമ്പോൾ എ ഒരു പോയിന്റർ ആണ്. A is a pointer. What is the meaning? It points to another variable. ഇത് എന്താണ്? വേറൊരു വേരിയബിളിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ശരിയല്ലേ? ഫ്ലോട്ട് എ എന്ന് പറഞ്ഞു, എയിലേക്ക് 2000 എന്ന് പറയുമ്പോൾ 2000 ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. അതായത് എ പോയിന്റ് ചെയ്യുന്നത് ശരിക്കും ആരേനെയാണ്? ഏരിയനെയാണ്. കാരണം ഏരിയയുടെ അഡ്രസ്സായ 2000 ആണ് എയിലേക്ക് എത്തിയത്. അതൊരു അഡ്രസ്സാ, ഒരു പോയിന്ററിനാണ് അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എ ഈസ് എ പോയിന്റർ ദാറ്റ് പോയിന്റ്സ് ടു അനദർ വേരിയബിൾ. വാട്ട് ഈസ് ദ നെയിം? ഏരിയ. ആൻഡ് ബി കണ്ടെയ്ൻസ് 3000 എന്ന് പറയുമ്പോൾ ബി ഈസ് എ പോയിന്റർ ദാറ്റ് പോയിന്റ്സ് ടു അനദർ വേരിയബിൾ. ഇറ്റ്സ് നെയിം ഈസ് പെരി. അതായത് ഇപ്പോൾ മെയിനിൽ നിന്നും 6ന്റെ ഒരു കോപ്പിയും
ഏരിയയുടെയും പെരി എന്ന് പറഞ്ഞ വേരിയബിളിന്റെയും ഒറിജിനൽ അഡ്രസ് ആണ് ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ വരെ എത്തി. എന്താണ്? 3, 2000, 3000. അപ്പൊ ഇവിടെ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആണ്, അതായത് പാസ് ബൈ പോയിന്റർ. ഇതിൽ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, കോൾ ബൈ റെഫറൻസ് ഓർ കോൾ ബൈ അഡ്രസ് ഓർ പാസ് ബൈ പോയിന്റർ, എന്ത് പറഞ്ഞാലും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഇവിടെ ആറിന്റെ ഒരു കോപ്പി വന്നു, ഇവിടെ ഒറിജിനൽ അഡ്രസ് എത്തി. ഇനി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. ആറിന്റെ വാല്യൂ എത്രയാ? 3 ആണ്. 3 ഇൻറ്റു 3.14 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന വാല്യൂ 28.56 ആണ്. ഈ വാല്യൂ എവിടേക്ക് അസൈൻ ചെയ്യണം? സ്റ്റാർ എയിലേക്ക് അസൈൻ ചെയ്യണം. സ്റ്റാർ എ എന്ന് പറയുമ്പോൾ ഇതാണ് എ. എയിൽ എന്താ ഉള്ളത്? 2000. സ്റ്റാർ എ എന്ന് പറയുമ്പോൾ 2000 എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അതിന്റെ ഉള്ളിലത്തെ വാല്യൂ അവിടെ എന്താണ് ഇനി എഴുതേണ്ടത്? 28.56 ആയി. അതിനർത്ഥം എന്താ? സ്റ്റാർ എ എന്ന് പറഞ്ഞാലും, നല്ലപോലെ ശ്രദ്ധിക്കുക, സ്റ്റാർ എ ഇസ് ഈക്വൽ ടു ഏരിയ. സ്റ്റാർ എ എന്ന് പറഞ്ഞാലും ഏരിയ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ക്ലിയർ ആയോ? ഏരിയ എന്ന് പറയുന്നത് നോർമൽ വേരിയബിളാ, കണ്ടോ? ഇൻറ്റ് ഏരിയ, ഇൻറ്റ് പെരിമീറ്റർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇൻറ്റ് സ്റ്റാർ എയും ഇൻറ്റ് സ്റ്റാർ ബിയോ, അതായത് ഈ എക്കും ബിക്കും അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ അഡ്രസ്സ് സ്റ്റോർ ചെയ്തത്. അതിന്റെ അർത്ഥം എയുടെ ഉള്ളിലത്തെ വാല്യൂ എല്ലാം അസൈൻ ചെയ്യുന്നത്. സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത 2000ലേക്ക് പോയിട്ട് അതിന്റെ ഉള്ളിലെ 28.56 സ്റ്റോർ ചെയ്യും. അപ്പൊ അൾട്ടിമേറ്റ്ലി സ്റ്റാർ എ എന്ന് പറഞ്ഞാലും ഏരിയ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. കാരണം എ പോയിന്റ് ചെയ്യുന്നത് ഏരിയയിലേക്കാണ്. ഈ ഭാഗം നല്ലപോലെ ക്ലിയർ ആക്കുക. അതിനുശേഷം സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എന്തുണ്ടാകും? 2 ഇൻറ്റു 3.14 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 18.84 എന്ന് നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. അത് എവിടേക്കാ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാർ ബി. അപ്പൊ ബിയിലേക്ക് വരിക. ബിയിൽ എന്താ ഉള്ളത്? 3000 ആണ്. കാരണം അത് ഡെഫിനിഷനിൽ 3000 പാസ് ചെയ്ത് കിട്ടിയ വാല്യൂ ആ. ഇതിന്റെ ഉള്ളിലത്തെ വാല്യൂ എല്ലാം മാറുക, 3000ലേക്ക് അത് പോവും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് 18.84 എന്ന് സ്റ്റോർ ചെയ്യും. അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ദ മീനിങ്? സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു പെരി. ബി എന്ന് പറയുന്നത് പോയിന്റർ ആണ്. അത് പോയിന്റ് ചെയ്യുന്നത് പെരി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനെയാണ്. അപ്പോ ഇവിടെ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻസ് എവിടെ റിഫ്ലക്ട് ചെയ്തു? ഒറിജിനൽ ആയിട്ടുള്ള മെയിനിൽ റിഫ്ലക്ട് ചെയ്തു. നമ്മളിവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, കണ്ടോ? 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്താ ചെയ്തിരിക്കുന്നത്? എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇത് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വോയിഡ് ആണ്. എവിടെയാണോ വിളിച്ചത് വിളിച്ച സ്ഥലത്ത് എത്തി. എന്നിട്ട് പ്രിന്റ് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ഓഫ് ഏരിയ എന്ന് പറയുമ്പോൾ ഒറ്റ വാല്യൂ റിട്ടേൺ ചെയ്തിട്ടില്ല. പക്ഷെ ഏരിയയിൽ നോക്കി നോക്കൂ, വാല്യൂ ഉണ്ടോന്ന്? ഉണ്ട്. നിങ്ങൾക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടും? ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവുക, ഏരിയ ഈസ് ഈക്വൽ ടു 28.56 എന്ന് വരും. നെക്സ്റ്റ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരി. മെയിനത്തെ പെരിയിൽ എന്തുണ്ട്? വാല്യൂ ഉണ്ട്. എങ്ങനെ വാല്യൂ എത്തി? നമ്മൾ റിട്ടേൺ ചെയ്യാതെ തന്നെ നമുക്ക് കോൾ ബൈ റെഫറൻസ്, കോൾ ബൈ അഡ്രസ് മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ മെയിനിലെ വാല്യൂ ഓൾറെഡി കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ പാസ് ചെയ്തത് ഇവിടെ അഡ്രസ് ആണ്. അഡ്രസ് പാസ് ചെയ്തതുകൊണ്ട് ഇവിടുത്തെ മാനിപ്പുലേഷൻസ് ഒറിജിനൽ അഡ്രസ്സിലാണ് മാറ്റം വരുത്തിയത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത് എന്തിനുള്ള പ്രോഗ്രാം ആയിരുന്നു? ദിസ് ഇസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയത് എന്ത് ഉപയോഗിച്ചിട്ടാ? ഒരു ഫംഗ്ഷന് ഇപ്പൊ ഏരിയയും പെരിമീറ്ററും കാണണം. ആ ഫംഗ്ഷനിൽ ഒന്നിലധികം വാല്യൂസ് എങ്ങനെ റിട്ടേൺ ചെയ്യാം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു. പക്ഷെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇൻറ്റ് എന്നാണ് കൊടുക്കാറ് ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യാൻ. ഇപ്രാവശ്യം എന്ത് കൊടുത്തു? വോയിഡ് കൊടുത്തു. കാരണം നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ്. എന്നിട്ട് ഏരിയയും പെരിമീറ്ററും ഇൻറ്റ് ഫ്ലോട്ട് സ്റ്റാർ ഫ്ലോട്ട് 2, അതായത് നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തു നമ്മൾ ഒരു റേഡിയസിനെ പാസ് ചെയ്യും. എന്നിട്ട് ഏരിയയുടെയും പെരിമീറ്ററിന്റെയും അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്.
എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒറിജിനൽ അഡ്രസ്സിൽ ചെയ്യുമ്പോൾ മെയിനിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ആറ് ഡിക്ലെയർ ചെയ്തു, ഫ്ലോട്ട് ഏരിയ ഇത് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, റേഡിയസ് ചോദിച്ചു, റേഡിയസ് സ്കാൻ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ആറിനെയും ഏരിയയുടെയും പെരിമീറ്ററിൻ്റെയും അഡ്രസ്സ് പാസ് ചെയ്തു. അഡ്രസ്സ് പാസ് ചെയ്തപ്പോൾ നേരെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് എത്തി. അഡ്രസ്സ് പാസ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കണം? പോയിന്റർ തന്നെ ആയിരിക്കണം. കാരണം ഒരു പോയിന്ററിന് മാത്രമാണ് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോയിന്റർ ഉണ്ട്. ഇവർ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റാർ എയിലേക്ക് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു. സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു 2 ഇക്വേഷനും എഴുതി കഴിഞ്ഞാൽ ഒറിജിനൽ അഡ്രസ്സിൽ നമ്മുടെ വാല്യൂസ് എത്തി. നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യണില്ല പ്രത്യക്ഷത്തിൽ, പക്ഷെ ഇൻബിൽട്ട് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് അവിടെ എത്തി. നമ്മൾ തിരിച്ച് ഫംഗ്ഷൻ വിളിച്ച സ്ഥലത്തേക്ക് എത്തി. പ്രിന്റ് ചെയ്യുമ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എന്തും വരും? 28.56ഉം പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 18.84ഉം വരും. ബിക്കോസ് നമ്മൾ അഡ്രസ്സായിരുന്നു ഇവിടേക്ക് പാസ് ചെയ്തത്. ആ അഡ്രസ്സിൽ വെച്ച മാനിപ്പുലേഷൻസ് ഒറിജിനലിനെ റിഫ്ലക്റ്റ് ചെയ്തു. ഇതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, നല്ലപോലെ മനസ്സിലാക്കുക. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പോയിന്റർ കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആവണം. സോ ഇതിൻ്റെ കൂടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം, അതും നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു. ഫങ്ഷൻസ് ദാറ്റ് റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂസ്. ഇപ്പോൾ ഫങ്ഷൻസ് മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത് മെയിനായിട്ട് കോൾ ബൈ വാല്യൂ ഓർ കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ പോയിന്റേഴ്സ്. ആ മെത്തേഡ് വെച്ചിട്ടാണെന്ന് മനസ്സിലായി. ഇനി എന്താണ് റൂൾസ്? റൂൾസ് ഫോർ പാസ് ബൈ പോയിന്റേഴ്സ്. പാസ് ബൈ പോയിന്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, the types of actual and formal arguments. The types of actual and formal arguments are same. അതായത് നമ്മൾ എന്താണ് ആക്ച്വലും ഫോർമൽ ആർഗ്യുമെന്റ്സും? ആക്ച്വൽ എന്ന് പറയുമ്പോൾ എവിടെ എഴുതുന്നതാണ്? ഫംഗ്ഷൻ, കോളിംഗ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനിലുള്ള പാരാമീറ്റേഴ്സിനെയാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്നും, ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് കോൾഡ് ഫംഗ്ഷനിലെ പാരാമീറ്റേഴ്സിനുമാണ്. ഈ കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ഫംഗ്ഷൻ ഡെഫിനിഷൻ അവിടേക്കല്ലേ കൺട്രോൾ പോവുക. അതിനെയാണ് കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യില്ലേ മെയിൻലി, അതാണ് ഈ കോളിംഗ് ഫംഗ്ഷൻ. അപ്പം നമ്മളിപ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിലെ ഏരിയയും പെരിമീറ്ററും കാണുന്ന ഭാഗത്തിൽ എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ വരുന്നത്? നോക്കി നോക്കൂ. മെയിൻ്റെ ഉള്ളിലെ എങ്ങനെയാണ് ഫംഗ്ഷൻ വിളിക്കുന്ന? ഏരിയ പെരി എന്ന് പറഞ്ഞിട്ട് ആർ കോമ ആംബസെൻറ്റ് ഏരിയ കോമ ആംബസെൻറ്റ് പെരി, ഇങ്ങനെയാണ് വിളിക്കുന്നത്. സോ ഇതാണ് ഫംഗ്ഷൻ കോള്. ഇതിലത്തെ പാരാമീറ്റേഴ്സിന് എന്താ പറയുന്നത്? ആക്ച്വൽ പാരാമീറ്റർ എന്നും. ഇനി ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നേരെ ഡെഫിനിഷൻ പാർട്ടിലോട്ട് പോകും. അപ്പോൾ അവിടെയുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? അത് ഇൻറ്റ് ആർ കോമ ഇൻറ്റല്ല ഫ്ലോട്ട്. മെയിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടിലേക്ക്. ഇതാണ് ഡെഫിനിഷൻ പാർട്ട്. സോ അവിടുത്തെ ടൈപ്പ് നോക്ക്, ഇൻറ്റ് ഫ്ലോട്ട് പോയിന്റർ ഫ്ലോട്ട്. ഇപ്പോൾ ഫസ്റ്റ് റൂള്, ടൈപ്സ് ഓഫ് ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ് ആർ സെയിം. ആക്ച്വലിൻ്റെ ടൈപ്പും ഫോർമലിൻ്റെ ടൈപ്പും സെയിം ആയിരിക്കണം എന്ന്. അതായത് ആക്ച്വലിൽ എന്താണ്? ഒരു ഇൻറ്റീജർ 2 അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നോക്കി നോക്കുക, ഒരു ഇൻറ്റീജർ പോയിന്ററാണ്. അപ്പം നമ്മൾ വിചാരിക്കും അവിടെ അഡ്രസ്സ് അല്ലേ, ഇവിടെ എന്താ പോയിന്റർ വന്നത്? സെയിം അല്ലല്ലോ എന്ന്. അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ എന്തായിരിക്കണം? പോയിന്റർ തന്നെയായിരിക്കണം. ഫ്ലോട്ട് പോയിന്റർ, ഫ്ലോട്ട് പോയിന്റർ. ഏരിയയും പെരിമീറ്ററിൻ്റെയും ടൈപ്പ് എന്തായിരുന്നു? ഫ്ലോട്ട് ആയിരുന്നു. അത് അഡ്രസ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഫ്ലോട്ട് പോയിന്റേഴ്സ് വരണം. അപ്പോൾ ഫസ്റ്റ് റൂള് കറക്റ്റായി. എന്തായിരുന്നു? The types of actual and formal arguments are same. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തത്, the actual arguments എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു? ഫംഗ്ഷൻ കോളിലെ must be address of the variables that are local to the calling function. ആ കോളിംഗ് ഫംഗ്ഷനിൽ മെയിനിലാണല്ലോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അതിലത്തെ ആർഗ്യുമെന്റ്സിനെയാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ആ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി അഡ്രസ് ഓഫ് ദ വേരിയബിൾസ്. എന്തായിരിക്കണം? വേരിയബിൾസിൻ്റെ അഡ്രസ്സ് ആയിരിക്കണം എന്ന്. അപ്പോൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ഇവിടെയാണ് ആംബസെൻറ്റ് ഏരിയ കോമ ആംബസെൻറ്റ് പെരി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇതെന്താണ്? അഡ്രസ് ഓഫ് ദ വേരിയബിൾസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ റൂള്
ഫോർമൽ ആൻഡ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് സെയിം ആയിരിക്കണം. രണ്ടാമത്തത് ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ, അതായത് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ പോയിന്റർ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം, വേരിയബിൾസിന്റെ അഡ്രസ്സ് വേണം പാസ് ചെയ്യാൻ. അങ്ങനെ പാസ് ചെയ്യുന്ന വേരിയബിൾസിന്റെ അഡ്രസ് ആവുന്ന പോകുന്നത്. അപ്പോൾ ആ അഡ്രസ്സിൽ വരുന്ന മാറ്റം മെയിനിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അവിടെ കോപ്പി അല്ല പോകുന്നത്, അവിടെ ഒറിജിനൽ അഡ്രസ് ആണ് പോകുന്നത്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ദ ഫോർമൽ, തേർഡ് വൺ, വാട്ട് ഇസ് ദാറ്റ്? ദ ഫോർമൽ ആർഗ്യുമെന്റ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും കഴിഞ്ഞു. ഇനി തേർഡ് വൺ, ദ ഫോർമൽ ആർഗ്യുമെന്റ്സ് ഇൻ ദ ഫംഗ്ഷൻ ഹെഡർ. ഫംഗ്ഷൻ ഹെഡറിലത്തെ ഫോർമൽ ആർഗ്യുമെന്റ്സ്. നമുക്കറിയാം ഫോർമൽ ആർഗ്യുമെന്റ്സ് എവിടെ ഉണ്ടാവുക? കോൾഡ് ഫംഗ്ഷനിലാണ്. കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടിലത്തെ ഫംഗ്ഷൻ ഹെഡറിലത്തെ ഫോർമൽ ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി പ്രിഫിക്സ്ഡ് ബൈ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ സ്റ്റാർ. അതായത് അഡ്രസ്സ് എവിടുന്ന് പാസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ആക്ച്വൽ ആർഗ്യുമെന്റ്സിലെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ആൾ പോയിന്റർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ ഹെഡറിലെ ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ തൊട്ട് മുന്നേ സ്റ്റാർ എന്തായാലും വേണം. അപ്പം നമ്മൾ ചെക്ക് ചെയ്യാം നമ്മുടെ പ്രോഗ്രാം ശരിയല്ലേ എന്നുള്ളത്. ആംബസെന്റ് ഏരിയ എന്ന് പറഞ്ഞ് പാസ് ചെയ്തപ്പോൾ സെക്കൻഡ് റൂള് ശരിയായിരുന്നു. എന്താണ്? നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്തത്. ആംബസെന്റ് പെരിമീറ്റർ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്തത്. ഈ രണ്ടാൾക്കാരും അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഹെഡറിലെ ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്ത് വേണം എന്നാണ് പറഞ്ഞത്? ഇപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി പ്രിഫിക്സ്ഡ് വിത്ത് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. ആസ്ട്രിക്കിനെയാണ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയയുടെ അഡ്രസ്സ് എവിടെ വരുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. അതുമാതിരി പെരിമീറ്ററിന്റെ അഡ്രസ്സ് വരുന്നത് ബിയിലേക്കാണ്. അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ പോയിന്റർ തന്നെ വേണം. അപ്പോൾ തേർഡ് റൂളും കഴിഞ്ഞു. നെക്സ്റ്റ്, ഇൻ ദ പ്രോട്ടോടൈപ്പ് ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി പ്രിഫിക്സ്ഡ് ബൈ ആസ്ട്രിക് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ആ ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ പാട്ടൊന്ന് ഓർത്ത് നോക്കി നോക്കൂ. എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? വോയിഡ് ഏരിയ പെരി ഇൻറ്റ് കോമ ഇൻറ്റ് ഫ്ലോട്ട് സ്റ്റാർ കോമ ഫ്ലോട്ട് സ്റ്റാർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്രോട്ടോടൈപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി പ്രിഫിക്സ്ഡ് ബൈ ആസ്ട്രിക്. അതായത് നമ്മൾ ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓർഡർ തോന്നിയ മാതിരി എഴുതാൻ പറ്റില്ല. എന്ത് ഓർഡറിലാണ് ഡിക്ലെയർ ചെയ്ത് ആ ഓർഡറിൽ വേണം പാസ് ചെയ്യാൻ. അതായത് ഒന്നാമത്തത് ഒരു ഇൻറ്റീജർ വേരിയബിളും രണ്ടാമത്തത് നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പ്രോട്ടോടൈപ്പിൽ എന്തിടണം? പ്രിഫിക്സ്ഡ് വിത്ത് എ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. ഹിയർ ഓൾസോ പ്രിഫിക്സ്ഡ് വിത്ത് എ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മുടെ തേർഡ് റൂൾ കഴിഞ്ഞിട്ട് ഫോർത്ത് റൂളും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ പ്രോട്ടോടൈപ്പ് ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി പ്രിഫിക്സ്ഡ് ബൈ indirection operator. And what is the fifth one? To access the value of actual argument. നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റിനെ ഇൻ ദ കോൾഡ് ഫംഗ്ഷൻ. എന്താണ് കോൾഡ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഡെഫിനിഷനിലെ വാല്യൂ ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ്, ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we must use the corresponding formal argument prefixed with indirection operator. അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ പറഞ്ഞത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ അഡ്രസ് അല്ലെങ്കിൽ പാസ് ബൈ പോയിന്റർ. ഇത് മൂന്നും ഒരു മെത്തേഡാണ് കേട്ടോ. ഡിഫറെന്റ് നെയിംസ് ആണ്. അപ്പോൾ ഇതിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോയിന്റർ ആയിരിക്കണം. പോയിന്റർ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഒറിജിനൽ ആയിട്ടുള്ള അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമ്മുടെ ഏരിയയുടെ അഡ്രസ്സായിട്ടുള്ള, നമ്മൾ അവിടെ പറഞ്ഞ അഡ്രസ്സ് എത്രയായിരുന്നു എന്ന് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. സ്റ്റിൽ ആ ഏരിയയുടെ അഡ്രസ്സും അതുമാതിരി എന്തിൻ്റെ അഡ്രസ്സാണ്? പെരിമീറ്ററിൻ്റെ അഡ്രസ്സുമാണ് ഇവിടെ വന്നത്. ഇനി ആ ഒറിജിനൽ ശ്രദ്ധിക്കുക. ടു ആക്സസ് ദ വാല്യൂ ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ് ഇൻ ദ കോൾഡ് ഫംഗ്ഷൻ. കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലെ വാല്യൂ ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്താണ്? ഏരിയയും പെരിമീറ്ററിന്റെ അഡ്രസ് അല്ലേ കിട്ടിയത്. അതിന്റെ വാല്യൂ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് യൂസ് ദ കറസ്പോണ്ടിങ് ഫോർമൽ ആർഗ്യുമെന്റ്. അവരുടെ കറസ്പോണ്ടിങ് ഫോർമൽ ആർഗ്യുമെന്റ് ആരാണ്? ഏരിയയുടെ എയും പെരിമീറ്ററിന്റെ ബിയുമാണ്. ആ ആർഗ്യുമെന്റ് യൂസ് ചെയ്യണം പ്രിഫിക്സ്ഡ് വിത്ത് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ സ്റ്റാർ. അതായത് ഇവിടെ നമ്മൾ ഏരിയ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ല എഴുതേണ്ടത്. എന്താണ്? അവരുടെ കറസ്പോണ്ടിങ് ഫോർമൽ ആർഗ്യുമെന്റ് ആയിട്ടുള്ള എ വേണം ഉപയോഗിക്കണം. പ്രിഫിക്സ്ഡ് വിത്ത് ആസ്ട്രിക്. അപ്പൊ സ്റ്റാർ
എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടേക്ക് പോവും? ഏരിയയുടെ അഡ്രസ്സും സ്റ്റാർ എ എന്ന് പറഞ്ഞാലും ഏരിയ എന്ന് പറഞ്ഞാലും സെയിം ആണ്. തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എന്തിലേക്ക് പോവും? പെരിമീറ്ററിലേക്ക് പോവും. കാരണം ദിസ് പോയിന്റർ ഈസ് പോയിന്റിംഗ് ടു ഏരിയ ആൻഡ് ബി ഈസ് പോയിന്റിംഗ് ടു പെരിമീറ്റർ. അപ്പോൾ ഏരിയയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ റൂൾ ഒന്നുകൂടി വായിക്കാം. ടു ആക്സസ് ദ വാല്യൂ ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ്. ആക്ച്വൽ ആർഗ്യുമെന്റ് വാല്യൂ ആക്സസ് ചെയ്യുകയാണ് എവിടെ? കോൾഡ് ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷൻ ഡെഫിനേഷനിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഫോർമൽ ആർഗ്യുമെന്റ് പ്രിഫിക്സ്ഡ് വിത്ത് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ സ്റ്റാർ. അതായത് കറസ്പോണ്ടിങ് ഫോർമൽ ആർഗ്യുമെന്റ് ആയിട്ടുള്ള ഇവിടെ ഉള്ളത് എ ആണ്. അതിന്റെ തൊട്ട് മുന്നേ എന്ത് ചെയ്യണം? പ്രിഫിക്സ് ചെയ്യണം. ഇൻഡയറക്ഷൻ ഓപ്പറേറ്ററായ സ്റ്റാർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വൽ വാല്യൂവിനെ നമുക്ക് ഈ കോൾഡ് ഫംഗ്ഷനിലെ ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് ആർ ദ 5 rules for pass by pointers.